മൂവാറ്റുപുഴയാറിനെ മലിനീകരണത്തിൽ നിന്ന് സംരക്ഷിക്കുക എന്ന ആവശ്യവുമായി CPM ബഹുജന കൂട്ടായ്മ സംഘടിപ്പിച്ചു. മറവൻതുരുത്ത് ചുങ്കത്തു ചേർന്ന കൺവെൻഷൻ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് PK ഹരികുമാർ ഉദ്ഘാടനം ചെയ്തു. KPPL പുറന്തള്ളുന്ന മലിനജലമാണ് മൂവാറ്റുപുഴയാറിനെ മലിനമാക്കുന്നതെന്നും ജനങ്ങളുടെ കുടിവെള്ള സംരക്ഷണമാണ് നാടിന്റെ വികസനത്തെക്കാൾ പ്രധാനമെന്നും നേതാക്കൾ കൺവെൻഷനിൽ വ്യക്തമാക്കി. കേരള പേപ്പർ പ്രോഡക്ട്സ് ലിമിറ്റഡ് അഥവാ KPPL ആവശ്യമായ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഉപയോഗിക്കാതെ പുറന്തള്ളുന്ന മലിനജലമാണ് മൂവാറ്റുപുഴയാറിലെ കുടിവെള്ള പദ്ധതികളെ അടക്കം പ്രതികൂലമായി ബാധിക്കുന്നതെന്നും ഇത് തടയാൻ KPPL അത്യാധുനിക മാലിന്യ സംസ്കരണ പ്ലാൻ നിർമ്മിക്കണമെന്നും മറവൻതുരുത്ത് ചുങ്കത്ത് CPMന്റെ നേതൃത്വത്തിൽ ചേർന്ന കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ഒന്നിലധികം പഞ്ചായത്തുകളിലായി 1.5 ലക്ഷത്തോളം പേർ അനുഭവിക്കുന്ന മലിനീകരണ ദുരിതം കമ്പനി അധികൃതരെ ബോധ്യപ്പെടുത്തുന്നതിനായി 17-ന് മാർച്ചും ധർണയും നടത്താനും പൊതുജനങ്ങളെയും മറ്റ് രാഷ്ട്രീയ സാംസ്കാരിക സന്നദ്ധ സംഘടനകളിലുള്ളവരെയും ഉൾപ്പെടുത്തി സമരം നടത്താനുമാണ് CPMന്റെ തീരുമാനം. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് PK ഹരികുമാർ ഉദ്ഘാടനം ചെയ്ത കൺവെൻഷൻ തലയോലപ്പറമ്പ് ഏരിയ സെക്രട്ടറി ഡോക്ടർ CM കുസുമൻ അധ്യക്ഷത വഹിച്ചു. നിലവിലുള്ള സാഹചര്യങ്ങളെ മാത്രം വെച്ചുകൊണ്ട് ഉന്തി ഉരുട്ടിക്കൊണ്ട് പോവുക, പൊയ്ക്കോട്ടെ, പണം ഉണ്ടെങ്കിൽ അതൊക്കെ നടക്കുള്ളൂ. പക്ഷേ അതിന്റെ പാർശ്വഫലം അനുഭവിക്കുന്ന ഈ നാട്ടിലെ ജനങ്ങളുടെ കെടുതി, ദുരന്തം, സങ്കടം പരിഹരിക്കണ്ടേ? അവിടെ ഫാക്ടറി വേണം, ഫാക്ടറി നിലനിൽക്കണം, തൊഴിലുള്ളവർക്ക് തൊഴിൽ വേണം, അതിന്റെ അനുബന്ധം വേണം, സ്ഥാപനങ്ങൾ ഉണ്ടാവണം, ഫാക്ടറി ഇനിയും ഉയരങ്ങളിലേക്ക് പോകണം, പുതിയ തരത്തിലേക്കുള്ള പേപ്പറുകൾ ഉൽപ്പാദിപ്പിക്കണം, അങ്ങനെ ന്യൂസ് പ്രിന്റ് മാത്രമേ, അതെല്ലാം നടക്കണം. അതാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ആഗ്രഹം, നമ്മളുടെയും ആഗ്രഹം അതാണ്, അത് വേണം. പക്ഷെ പരമപ്രധാനമായ കാര്യം, എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ആളുകൾ തന്നെ പ്രക്ഷോഭങ്ങൾ കൂട്ടുകയും നിരാകരിക്കുകയും ചെയ്ത് പരിഷ്കൃത സമൂഹം ഒരിക്കലും അംഗീകരിക്കാത്ത കാര്യം ഇപ്പോൾ നടത്തിയാൽ ശരിയാവുമോ? അവർ നോക്കണ്ടേ? ഈ പുഴയിലേക്ക് ഇതുപോലെ ഒരു ട്രീറ്റ്മെന്റിനും വിധേയമാക്കാത്ത മലിനജലം, രാസവസ്തുക്കൾ അടങ്ങിയ വെള്ളം ഒഴുക്കി കഴിഞ്ഞാൽ എവിടെ ചെന്ന് നിൽക്കും? നമ്മൾ പറയുന്നത് 980 ശേഷം 80കളിൽ നടന്ന ആ സമരത്തിന്റെ അന്നത്തെ ടെക്നോളജി അല്ല ഇന്നത്. സാങ്കേതിക വിദ്യ എത്രയോ വികസിച്ചു. അന്നുണ്ടായിരുന്നതിനേക്കാൾ വർഷങ്ങൾ കഴിഞ്ഞ് അതിനുവേണ്ടിയുള്ള സാങ്കേതിക വിദ്യ, ടെക്നോളജി നല്ലവണ്ണം വികസിച്ച നാടാണ് നമ്മുടേത്. കേരളത്തിലെ പല ഫാക്ടറികളും ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും പ്രവർത്തിക്കുന്ന ഫാക്ടറികളിൽ നിന്നും മലിനജലം ഇന്ന് പുറന്തള്ളുന്നില്ല. യോഗത്തിൽ ജില്ലാ കമ്മിറ്റി അംഗം K ശെൽവരാജ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PV ഹരിക്കുട്ടൻ, TS താജു, KS വേണുഗോപാൽ, TN സിബി, KB രമ, ചെമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുകന്യ സുകുമാരൻ, മറവൻതുരുത്ത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VT പ്രതാപൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രേഷ്മ പ്രവീൺ, പഞ്ചായത്ത് അംഗങ്ങളായ V ഷിജു, PK മല്ലിക, C സുരേഷ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ജനങ്ങളുടെ കുടിവെള്ള സംരക്ഷണമാണ് നാടിന്റെ വികസനത്തെക്കാൾ പ്രധാന ആവശ്യമെന്ന് നേതാക്കൾ കൺവെൻഷനിൽ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, വൈക്കം. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.